രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പങ്കെടുക്കുമോ? ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്താണ്. ഒരു ചർച്ചയില്ല. അല്ല, ഒരു ചർച്ചയില്ലെന്നേ. ഞാൻ അതിനെക്കുറിച്ചൊരു ചർച്ചയില്ല. ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ആ വിഷയത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു ചർച്ചയില്ല. അതൊക്കെ അതാത് സമയത്ത് പാർട്ടി യുക്തിപൂർവമായ തീരുമാനങ്ങൾ അതാത് സമയത്ത് എടുക്കും. സമരങ്ങൾ ഉണ്ടാകും. അതിന്റെ മുൻപത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു സ്വാഭാവികമായി. അപ്പോൾ ഇത്തവണ ഇങ്ങനെയൊരു അയ്യപ്പ സംഭവമായി പോകുമ്പോൾ അതിന്റെ ബദലുമായി എന്താണ് കോൺഗ്രസ്? അല്ല, ഞങ്ങള് സർക്കാരിന്റെ ഈ കാപട്യം തുറന്നു കാട്ടാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ടല്ലോ. മനുഷ്യന്റെയും ഭക്തരുടെയും സാമാന്യ ബുദ്ധിയെയും യുക്തിയെയും ചോദ്യം ചെയ്യുന്ന തരത്തിൽ 10ാം മാസം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന്റെ യുക്തിയെ സത്യവാങ്മൂലം നിലനിൽക്കുമ്പോൾ, കേസുകൾ നിലനിൽക്കുമ്പോഴും, നവോത്ഥാന സമിതി നിലനിൽക്കുമ്പോഴും നടത്തുന്ന ഈ കാപട്യത്തിന്റെ ആ കാപട്യത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. എല്ലാണ്ട് അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. ദേവസ്വം ബോർഡ് ഈ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് മാസ്റ്റർ പ്ലാൻ അടക്കം ചർച്ച ചെയ്യുന്നതിനാണ് 3000 പ്രതികൾ വരുന്നത്. അങ്ങനെ ഒരു പരിപാടി ആ സതുദ്ദേശത്തെ എന്താണ് പ്രതിപക്ഷം അംഗീകരിക്കുന്നത്? 10ാമത്തെ കൊല്ലം അല്ല, 10ാമത്തെ കൊല്ലം ദേവസ്വം ബോർഡിന്റെ അവസാന സമയമല്ലേ? അല്ല, മാസ്റ്റർ പ്ലാൻ, അതായത് 3000 പേരാണ് മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യണം. ഇതൊക്കെ ആരോട് പറയാനുള്ളൂ? 3000 പേര് കൂടിയിട്ട് 3000 പേര് കൂടിയിട്ട് 3000 പേര് കൂടിയിട്ട് ചർച്ച ചെയ്യാൻ പോകണം മാസ്റ്റർ പ്ലാൻ, ശബരിമലയിലെ വികസനം. ഇങ്ങനെ ഒന്ന് കളിയാക്കല്ലേ? പൊതുജനത്തെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ? പൊതുജനത്തിൻ്റെ സാമാന്യ ബുദ്ധിയെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ? 3000 പേര് വന്നിട്ട് ഒരുമിച്ചിരുന്നിട്ട് വിദേശികൾ എല്ലാവരും കൂടി വന്നിരുന്ന് ശബരിമലയിലെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ള തയ്യാറെടുപ്പ്, ഒരു വലിയ ഡോക്യുമെന്റ്. ആ ഡോക്യുമെന്റ് വരുമ്പോഴേക്കും ഇലക്ഷൻ വരും. അപ്പൊ വേറെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഞങ്ങൾക്ക് എന്താണ്? അല്ലല്ലല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ല. അതൊക്കെ അവരുടെ ഞങ്ങൾ ഒരു കാലത്തും ഒരു സമുദായിക സംഘടനയുടെയും തീരുമാനത്തെ ഞങ്ങൾ എതിർക്കാറോ ആ തീരുമാനത്തിൻ്റെ യുക്തിയെ ചോദ്യം ചെയ്യാൻ ഒന്നുമില്ല. അതൊക്കെ അവർക്കല്ല, അതിനുള്ള സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഇഷ്ടമുള്ള തീരുമാനം. സംഘടനാപരമായ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി ഒരു ചോദ്യം ചോദിക്കട്ടെ. യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയാണ് ഇത് പ്രഖ്യാപിക്കേണ്ടത്. അവരെല്ലാം 31-ാം തീയതി വരെ ബീഹാറിലെ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയായിട്ട് പങ്കെടുത്തും എല്ലാവരും ബീഹാറിലാണ്. 31-ാം തീയതി കഴിഞ്ഞവരെല്ലാം ഡൽഹിയിൽ തിരിച്ചെത്തിയുള്ളൂ. അവരാലോചിച്ച് തീരുമാനം കൊടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പങ്കെടുക്കുമോ? ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്താണ്. ഒരു ചർച്ചയില്ല. അല്ല, ഒരു ചർച്ചയില്ലെന്നേ. ഞാൻ അതിനെക്കുറിച്ചൊരു ചർച്ചയില്ല. ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ആ വിഷയത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു ചർച്ചയില്ല. അതൊക്കെ അതാത് സമയത്ത് പാർട്ടി യുക്തിപൂർവമായ തീരുമാനങ്ങൾ അതാത് സമയത്ത് എടുക്കും. അല്ലല്ല, അതൊക്കെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും.